നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൻ കി ബാത്ത് 3ാം സീസണ് മുന്നോടിയായി സംഘടിപ്പിച്ച ക്വിസ് പരിപാടിയും വായനാ ദിനാചരണവും പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ആ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അതെന്താണ് എന്നാണ് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് ഒരു രാഷ്ട്രീയ പരിപാടിയാണെന്ന് ശത്രുക്കൾ പോലും പറയില്ലെന്ന് സുരേഷ് ഗോപി. അങ്ങനെ പറയാൻ യാതൊരു സാഹചര്യവുമില്ല. റേഡിയോ ശ്രവണത്തിന് പുതിയ രൂപം നൽകിയ പരിപാടിയാണ് മൻ കി ബാത്ത്. മൻ കി ബാത്തിന്റെ ഏറ്റവും വലിയ ഫോളോവേഴ്സ് വിദ്യാർത്ഥി സമൂഹമാണ്. മൻ കി ബാത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ക്വിസ് മത്സരം മൻ കി ബാത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ എന്താണ് മനസ്സിലാക്കിയത് എന്നത് അളക്കാനുള്ള അവസരമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. 2014 ഒക്ടോബർ 3-നാണ് മൻ കി ബാത്ത് തുടങ്ങിയത്. അത് 110 അധ്യായങ്ങൾ പിന്നിട്ടു വന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് കീർത്തി ചാർത്തപ്പെടുന്ന അംഗീകാരമാണ്. മൻ കി ബാത്തിന്റെ ഫലപ്രാപ്തിയും ഉദ്ദേശശുദ്ധിയുമാണ് പ്രധാന കാര്യം. ഈ രാജ്യത്തിന്റെ വളർച്ചയുടെ തിളക്കം പകരുന്ന സംഭാവനകൾ കൂടി ആ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു. ചരിത്രം പഠിച്ചിരിക്കേണ്ട ചരിത്ര വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ജീവിത ചരിത്രങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഓരോ വ്യക്തിയിലേക്കും വളർച്ചയുടെ കണ്ണികൾ പ്രചരിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മൻ കി ബാത്തിന്റെ 111ാം അധ്യായമാണ് ജൂൺ 30-ന് പ്രക്ഷേപണം ചെയ്യുന്നത്. അതേസമയം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുതലപ്പൊഴി സന്ദർശിച്ചിരിക്കുകയാണ്. തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കി. അഞ്ചുതെങ്ങ് പൂന്തുറ ഭാഗത്തും അദ്ദേഹം സന്ദർശനം നടത്തി. മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം അദ്ദേഹം ഉടൻ തന്നെ മടങ്ങിപ്പോയി. ഇന്ന് രാവിലെയും മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായ സാഹചര്യമുണ്ടായിരുന്നു. അഴിമുഖത്ത് വള്ളം തലകീഴായി മറിഞ്ഞ് അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. പുലർച്ചെ 1:30-ഓടെയായിരുന്നു അപകടമുണ്ടായത്. ഇതിനു പിന്നാലെ രാവിലെ 5 മണിയോടെ വീണ്ടും വള്ളം മറിഞ്ഞു. മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകവേ വള്ളം മറിയുകയായിരുന്നു. പിന്നാലെ തന്നെ തൊഴിലാളി നീന്തി രക്ഷപ്പെട്ടു. ശിവഗിരി സന്ദർശനത്തിനെത്തിയ വേളയിലായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. മഹാസമാധിയിൽ പുഷ്പാർച്ചന നടത്തി സന്യാസിമാരിൽ നിന്നും അദ്ദേഹം പ്രസാദം സ്വീകരിച്ചു. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. സമാധി പീഠത്തിലെ ദർശനവേളയിൽ ഗുരുദേവ കൃതി ശിവപ്രസാദ പഞ്ചകം സുരേഷ് ഗോപി ഉരുവിട്ടു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.